ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആൻഡ് ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു അറബിക് ഡെസേർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ റെസിപ്പിയുടെ പേര് ഉമ്മ അലി എന്നാണ്. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ്, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 1.5 കപ്പ് പാലിനനുസരിച്ചാണ് കേട്ടോ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഞാൻ പറയുന്നത്, അതേ അളവിനനുസരിച്ചാണ്. അപ്പോൾ കറക്റ്റ് 1.5 കപ്പ് പാല് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ അങ്ങനെ കിടന്നോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി 1 ടീസ്പൂൺ കോൺഫ്ലോർ ചെറിയൊരു ബൗളിൽ ഞാൻ കുറച്ചുകൂടെ ഇച്ചിരിയും കൂടെ പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ തിളക്കാൻ വെച്ച പാലിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ നമുക്ക് ഒന്ന് ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡാണ്. അപ്പോൾ ഒരു 4-5 ബ്രെഡ് സ്ലൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനൊരു ടോപ്പ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യാം. റൗണ്ട് ഷേപ്പിലൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ബ്രെഡ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള ഓയിൽ നമുക്ക് പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓരോ ബ്രെഡ് പീസുകളും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാൻ പോവാണ്, പ്രത്യേകിച്ച് നമ്മൾ ഫില്ല് ചെയ്യണമൊന്നുമില്ല. അപ്പോൾ ബ്രെഡ് പീസുകളൊക്കെ ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ടിഷ്യൂ പേപ്പറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമ്മുടെ ഡെസേർട്ടിലേക്ക് ഒരു ഷുഗർ സിറപ്പ് ആവശ്യമുണ്ട്. അതിന് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഫുള്ളായിട്ട് പഞ്ചസാര ഇല്ല, കുറച്ച് താഴെയായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി തിളച്ചതിന് ശേഷം ഒരു ചെറിയൊരു തിക്നെസ്സിൽ ഷുഗർ ലൈന് ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത ബ്രെഡുകളൊക്കെ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ബദം എടുത്തിരുന്നു. ബദം കൂടെ ഒന്ന് ഒത്തിരി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ബദം ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് തേങ്ങ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരുന്നു. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിലേക്ക് നേരത്തെ കുറുക്കി വെച്ച മിൽക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടെ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ടേസ്റ്റിന് ഇട്ട് കൊടുക്കുന്ന കേട്ടോ. ഇനി കുറച്ച് പിസ്ത അതേപോലെ കൃഷി ചെയ്തെടുത്തിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഡെക്കറേഷനൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി 1 അവർ നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. 1 അവർ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല അടിപൊളിയായി തണുത്തതിന് ശേഷം നമ്മുടെ ഉമ്മ അലി റെസിപ്പി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും വീട്ടിൽ വന്ന് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയായിട്ട് ഷറാ സുഡബിൽ വീണ്ടും കാണാം. താങ്ക് യു.